എറണാകുളം ജില്ലയിലെ എടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നിട്ട് വളരെ അടുത്തായിട്ട് തേവക്കൽ ജംഗ്ഷനിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു 4 BHK പ്രീമിയം വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 6.5 സെൻറ്റ് ലാൻഡിലായിട്ട് 3200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി കം സ്റ്റഡി ഏരിയ സൗകര്യത്തോടു കൂടി 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര വീടിൻ്റെ വിശേഷമാണ്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 5 കിലോമീറ്ററും, കൂടാതെ എടപ്പള്ളി ലുലു മാൾ ഏകദേശം 8.5 കിലോമീറ്ററും, നമ്മുടെ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ഏകദേശം 5 കിലോമീറ്ററുമാണ്. കൂടാതെ നല്ലൊരു ഇൻഡിവിജ്വൽ വീടായതുകൊണ്ട് തന്നെ നല്ലൊരു പക്ക റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ടാർ റോഡ്, മുനിസിപ്പൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു കൊളോണിയൽ ടൈപ്പ് എലവേഷനാണ് വീടിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഗാർഡൻ വർക്കുകളും ലൂവർ പാനലിങ്ങും LED ലൈറ്റിങ്ങുകളെല്ലാം കൊടുത്തിട്ട് ഒരു ടൈപ്പ് സ്ട്രക്ചറൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ലൊരു എലവേഷൻ നമുക്ക് ഈ വീടിന് കാണാൻ കഴിയുന്നതാണ്. നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെബിൾ ടെക്സ്റ്ററുകളെല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്ത് നല്ലൊരു GI ഫ്രെയിം വർക്കുകൾ വരുന്നുണ്ട്. ഒരു 2-വേ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. പില്ലറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ല ഗേറ്റ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വിക്കറ്റ് ഗേറ്റിൻ്റെ സൗകര്യം വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പില്ലറുകളിലൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഗേറ്റ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഓട്ടോമാറ്റഡ് ഗേറ്റാണ് ബിൽഡർ വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 18 അടിയോളം നീളം വരുന്ന ഗേറ്റ് തന്നെ കൊടുത്തതുകൊണ്ട് തന്നെ 2 വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് കോമ്പൗണ്ടിൽ കിട്ടുന്നുണ്ട്. പോർച്ചിൽ തന്നെ ഒരു കവേർഡായിട്ട് 2 XUV വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വരുന്നുണ്ട്. നമ്മൾ കാണുന്നത് പോലെ തന്നെ നല്ലൊരു ഗ്രീനറി ആയിട്ടാണ് കോമ്പൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം പ്ലാന്റ് ബോക്സുകൾ ചെയ്തിട്ടുണ്ട്. പോർച്ചിൻ്റെ ഭിത്തിയിലായിട്ട് ക്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വൈഡ് വിൻഡോസുകളും ഗ്ലാസിൻ്റെ ഫ്രെയിമുകളും വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു വിക്കറ്റ് ഗേറ്റിൽ നിന്ന് വരാനുള്ള ഒരു വാക്ക് വേയുടെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഗാർഡൻ സ്പേസുകൾ ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗാർഡൻ സ്റ്റംപ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലായിട്ട് കിണറിൻ്റെ സ്ഥാനം വരുന്നുണ്ട്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ്റെ സൗകര്യവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പെബിൾസൊക്കെ വിരിച്ചിട്ട് ഭംഗിയിൽ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് ബിൽഡർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദർശനമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറും വടക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇനി സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിൽ വരുന്നത് ഒരു ലെതർ ഫിനിഷ് ബ്ലാക്ക് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പില്ലറുകളിലൊക്കെ ആയിട്ട് പെബിൾ ടെക്സ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് ബോക്സിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. നല്ലൊരു വൈഡ് വിൻഡോ സൗകര്യം വരുന്നുണ്ട്. ഭിത്തിയിലായിട്ട് ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സെൻസർ ലോക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു 1.20 വീതിയിൽ വരുന്ന ടീക്കൂട്ടിൽ വരുന്ന ഡോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, സിംഗിൾ പാളി. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു L ഷേപ്പിൽ വരുന്ന കോർണർ സെറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നല്ല രീതിയിലൊരു ഗ്ലാസ് വിൻഡോസും ഓപ്പൺ ചെയ്യാവുന്ന ഒരു വിൻഡോയുടെ സൗകര്യവും വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട വിൻഡോയുടെ സൗകര്യം ആ ഭാഗത്തും വരുന്നുണ്ട്. നമുക്ക് TV യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു TV യൂണിറ്റും അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് വരുന്നൊരു ഫോൾ സീലിങ്ങും നല്ലൊരു BLDC ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നല്ല രീതിയിലൊരു പാനലിംഗ് വർക്ക് സീലിങ്ങിലും LED സിലിണ്ടറിക്കൽ ലൈറ്റുകളും ട്രാക്ക് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഏകദേശം ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഡൈനിങ് ടേബിൾ ഇവിടെ കിട്ടുന്നതാണ്. ഡൈനിങ് റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു കോർട്ട്യാർഡ് സ്പേസ് വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യം സ്ലൈഡിങ് ഡോർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഒരു ചെറിയൊരു പോണ്ടിൻ്റെ വർക്കും, കൂടാതെ ഒരു വാട്ടർ ഫൗണ്ടൈൻ്റെ വർക്കും, കൂടാതെ ഗാർഡൻ സ്പേസുകളെല്ലാം ഇതിനോട് അറ്റാച്ച്ഡായിട്ട് വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ വാഷ് കൗണ്ടറിൻ്റെ സ്പേസിലേക്കാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ജാഗ്വറിൻ്റെ ടാപ്പും കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴ്വശത്തായിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ബിഹൈൻഡിൽ പെബിൾ ടെക്സ്റ്ററൊക്കെ കൊടുത്തിട്ട് ഒരു മിററിൻ്റെ സൗകര്യവും ട്രാക്ക് ലൈറ്റും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്ന പാസേജിലായിട്ട് ചെറിയൊരു മിററിൻ്റെ വർക്ക് ഈ ഭിത്തിയിലായിട്ടും കാണുന്നുണ്ട്. അതിൻ്റെ ബിഹൈൻഡിലായിട്ട് ലൂവർ പാനലിങ് വരുന്നുണ്ട്. ചെറിയൊരു പ്ലാന്റ് ബോക്സ് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വരുന്നത് വീടിൻ്റെ കിച്ചൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്.
നല്ല രീതിയിൽ ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ തന്നെയാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. 3 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ്. കിഴക്കോട്ട് ചിമ്മിണി വയ്ക്കാവുന്ന പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ, നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗ്രീൻ കളർ കബോർഡ് വർക്കുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നാൽ നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളും BLDC ഫാനും വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പിനായിട്ട് ഒരു U ഷേപ്പിൽ വരുന്ന നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ക്വാളിറ്റിയുള്ള മൾട്ടി സിങ്കിൻ്റെ സൗകര്യം വരുന്നുണ്ട്. കൂടാതെ ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് വരുന്ന സൗകര്യം വരുന്നത് ഈ ഭാഗത്താണ്. ഒരു സൈഡ് ടു സൈഡായിട്ട് ഡബിൾ ഡോറായിട്ട് വരുന്ന ഫ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്തും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഡോറ് തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു സെക്കൻഡറി കിച്ചണായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൗകര്യവും നമുക്ക് ഈ വർക്കിൽ അവൈലബിൾ ആണ്. നല്ലൊരു കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ താഴ്വശത്തും മേൽവശത്തായിട്ടും കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ളൊരു സിങ്കും ജാഗ്വറിൻ്റെ ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും അത്യാവശ്യം സ്പേസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കോമൺ ബാത്റൂമിൻ്റെ സൗകര്യവും ബിൽഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയ്ഡ് ബാത്റൂമായിട്ടോ സെർവൻറ്റ് ബാത്റൂമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വർക്കുകൾ ബാലൻസ് ഉണ്ട്. എല്ലാ വർക്കുകളും തീർത്തിട്ടാണ് അവർ നമ്മൾക്ക് നൽകുന്നത്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ എത്തുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കന്നിമൂലയിലാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഇതിൻ്റെ കബോർഡ് സ്പേസ് നല്ല രീതിയിൽ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ ലാർജായിട്ട് വരുന്ന ഒരു കബോർഡ് വർക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ബേ വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു 3 വാളി വൈഡ് വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഇനി നമുക്ക് തെക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തും അത്യാവശ്യം വലിപ്പമുള്ളൊരു വിൻഡോയുടെ സൗകര്യം ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് ബെഡ്റൂം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് സൈഡിൽ ടേബിളുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും ഒരു ഹാങ്ങിങ് ലൈറ്റും ബെഡ് റെസ്റ്റിൻ്റെ ബിഹൈൻഡിലായിട്ട് ഒരു മിററിൻ്റെ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്ന ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ് വരുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു FRP ഡോറിൻ്റെ സൗകര്യം നമുക്ക് ബാത്റൂമിൽ കിട്ടുന്നുണ്ട്. അത് തുറന്ന് നേരെ നമ്മൾ വരുന്നത് ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിലുള്ള ബാത്റൂമിലേക്കാണ് വരുന്നത്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് ടൈല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വരുന്ന ഒരു ഡൈവേർട്ടറും ഷവറും ഹാൻഡ് ഷവറും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൺസീൽഡ് ഫിറ്റിങ്സുകൾ ജാഗ്വറിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെയും ജാഗ്വറിൻ്റെ ഫിറ്റിങ്സുകൾ തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. വടക്ക് പടിഞ്ഞാറ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. വടക്ക് ഭാഗത്തായിട്ട് 2 വാളി വിൻഡോയുടെ സൗകര്യം വൈഡ് വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. കൂടാതെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടും ഒരു 3 വാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും LED ലൈറ്റിങ്ങുകളും എല്ലാം ഈ ഭാഗത്തും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് കബോർഡ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 പാളി കബോർഡ് വർക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. നല്ലൊരു ഗ്രേ കളർ വുഡൻ കളർ കോമ്പോലാണ് കബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് തന്നെയാണ് കബോർഡിൻ്റെ വർക്ക് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ് വരുന്നത്. നല്ല വലിപ്പമുള്ള വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിൾ തന്നെ വരുന്ന ഒരു ബാത്റൂം സ്പേസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ടൈൽ വർക്ക് വരുന്നുണ്ട്. ഡൈവേർട്ടറും ഹാൻഡ് ഷവറും ഒക്കെ ആയിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ തന്നെ കൺസീൽഡ് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ തന്നെ വാഷ് കൗണ്ടറും കൗണ്ടർ ടോപ്പ് വാഷ് കൗണ്ടറും അതിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകളും കൊടുക്കാൻ ബിൽഡർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ സ്പേസിലേക്കാണ് വരുന്നത്. നല്ല രീതിയിലൊരു GI ഫ്രെയിമിൽ വരുന്നൊരു സ്ലീക്ക് ഡിസൈനിൽ വരുന്നൊരു വർക്ക് ഇവിടെ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റെയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കണ്ടംപററി ബീം സ്റ്റെയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വാക്ക് വേലായിട്ട് ടീക്കൂഡാണ് പാനലിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡ് റെയിലിനായിട്ട് GIയുടെ റൗണ്ട് ട്യൂബിൽ മുകളിലായിട്ട് വുഡൻ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് പെബിൾസിൻ്റെ ചെറിയ വർക്കുകൾ താഴ്വശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു പ്ലാന്റ് ബോക്സിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഭിത്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിലൊരു ക്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കെല്ലാം കൊടുത്തിട്ട് വലിയൊരു ഷാൻലിയറൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് സ്റ്റെയറിൻ്റെ ക്യാബിൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഫാൻസി ലൈറ്റിങ്ങുകളും ഫോൾ സീലിങ്ങുകളും സ്കൈ വ്യൂ ഗെറ്റപ്പിൽ തന്നെയാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ലാൻഡിങ്ങിൽ നിന്നിട്ട് സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തേക്കൂട്ടിൽ തന്നെയുള്ള പാനലിങ്ങിൻ്റെ വാക്ക് വേ സൗകര്യം ഇവിടെയും കണ്ടിന്യൂഷൻ കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിലിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഭാഗത്തായിട്ടും വരുന്നുണ്ട്. നേരെ കയറി നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് എത്തുന്നത്.
അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് പുറത്തേക്കുള്ളൊരു പാഷിയോടെ സൗകര്യം വരുന്നുണ്ട്. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് പോലെയോ ഗാർഡൻ സ്പേസ് പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ സേഫ്റ്റിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ മെയിൻ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സിറ്റിംഗ് സ്പേസൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്. ഈ ഭാഗത്തായിട്ട് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും ഈ ഭാഗത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പ്ലാന്റ് ബോക്സിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസുകളുടെ സൗകര്യം ഇവിടെയും വരുന്നുണ്ട്. ഒരു സിറ്റിംഗ് സ്പേസ് കുഷനൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സൗകര്യം ഈ ഭാഗത്ത് നമുക്ക് ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ താഴ്വശത്തായിട്ട് സ്റ്റോറേജ് സ്പേസുകളും പ്ലാന്റ് ബോക്സുകളും വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. തെക്ക് പടിഞ്ഞാറ് കോർണറിലാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. കന്നിമൂലയിലാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഏകദേശം 160 സ്ക്വയർ ഫീറ്റോളം വരുന്ന ബെഡ്റൂം സ്പേസ് തന്നെയാണ്. സെയിം ടൈൽ പാറ്റേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 3 പാളി വൈഡ് വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. തെക്ക് ഭാഗത്തായിട്ട് ഫുൾ ഗ്ലാസ് വിൻഡോസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് ഫിക്സഡ് ആയിട്ടും ഒരു സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിൽ ഒരു ബാൽക്കണി സൗകര്യം വരുന്നുണ്ട്. നല്ല രീതിയിൽ ഗാർഡൻ സ്പേസുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു GI ഫ്രെയിമിൻ്റെ വർക്കൊക്കെ കൊടുത്ത് സേഫ്റ്റിയിൽ തന്നെയാണ് ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ് ആണ് അതിനകത്ത് മുഴുവനായിട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കബോർഡ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളർ വുഡൻ കളർ തീമിൽ വരുന്ന കബോർഡ് സ്പേസാണ്. ഒരു നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെ കബോർഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹെഡ് റെസ്റ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതിൻ്റെ 2 സൈഡിലുമായിട്ട് ടേബിൾ ലാമ്പ് വയ്ക്കാൻ പറ്റുന്നുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് ഒരു മിററിൻ്റെ സൗകര്യം വരുന്നുണ്ട്. നമ്മൾ താഴത്തെ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് കിട്ടുന്നുണ്ട്. FRP ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ വലിയൊരു ബാത്റൂം സ്പേസിലേക്കാണ് വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ തന്നെയുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെയാണ് വരുന്നത്. ഇവിടെയും സെയിം ഫിറ്റിങ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുകളിലത്തെ നിലയിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ് വരുന്നത്. വടക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം 150ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂമാണ്. സെയിം ടൈൽ പാറ്റേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു 3 പാളി വൈഡ് വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. അതുപോലെ വടക്ക് ഭാഗത്തേക്കും ഒരു സൈഡ് ഫിക്സഡ് ആയിട്ടും മറ്റേ സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡോർ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. BLDC ഫാൻ വരുന്നുണ്ട്. കബോർഡ് സ്പേസുകൾ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നല്ല രീതിയിൽ കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. നല്ല രീതിയിലൊരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ തന്നെയാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെയിം ഫിറ്റിങ്സുകളും സാധനങ്ങളും തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത്. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു ഡ്രോപ്പ് ഔട്ട് ബാൽക്കണി നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ മെയിൻ ബാൽക്കണിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൽ നിന്നിട്ടുള്ള എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഹാൻഡ് റെയിലിൻ്റെ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗാർഡൻ സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വീടിൻ്റെ എൻറ്റയർ നല്ല രീതിയിൽ ഒരു ഗാർഡൻ സ്പേസുകൾ ഗ്രീനറി ആയിട്ട് തന്നെയാണ് ബിൽഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു വലിയൊരു ഗാർഡൻ സ്പേസ് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കോർട്ട്യാർഡ് പോലെ തന്നെ ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്കൈ വ്യൂ ആയിട്ട് കിട്ടുന്ന രീതിയിൽ, സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലൂവർ പാനലിങ്ങും LED ലൈറ്റിങ്ങുകൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ഈ ബാൽക്കണിയുടെ കണ്ടിന്യൂഷൻ നമുക്ക് ഈ ഭാഗത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ അപ്പർ ലിവിങ്ങിൽ നിന്നിട്ട് എൻട്രൻസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഈ ബാൽക്കണിയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഹാൻഡ് റെയിലിന് GI ഫ്രെയിമിൽ വുഡൻ ടോപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഗാർഡൻ സ്പേസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയുള്ള, നല്ല കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്ന സൗകര്യത്തിൽ തന്നെയുള്ള ഒരു ബാൽക്കണി തന്നെയാണ് നമുക്ക് വീടിന് കിട്ടുന്നത്. നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി കം സ്റ്റഡി ഏരിയയിലേക്കാണ് വരുന്നത്. സെയിം ടൈൽ പാറ്റേൺ തന്നെ ഈ ഭാഗത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. യൂട്ടിലിറ്റി ഏരിയ ആയിട്ടോ സ്റ്റഡി ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ റൂമൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന രീതിയിൽ കോൺക്രീറ്റ് റൂഫ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ടൊരു UPVC പാനലിങ്ങിൽ വരുന്ന സ്ലൈഡിങ് ഡോർസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി വാഷിംഗ് മെഷീനും മറ്റുള്ള സൗകര്യങ്ങൾ ഈ ഭാഗത്തായിട്ട് പ്ലഗ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്.
അവിടെ വന്നിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇനി ഇതൊരു സ്റ്റഡി ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ആയിട്ടുള്ള ടേബിളായിട്ട് യൂസ് ചെയ്യാം. സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്, ബുക്ക് ഷെൽഫുകൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ടെറസിലേക്ക് പോകാനുള്ള സൗകര്യത്തിലേക്കാണ് വരുന്നത്. ഈ ഭാഗത്താണ് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ സേഫായിട്ട് ലേഡീസിനൊക്കെ പോകാനും വരാനുള്ള സൗകര്യത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഡോറിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയിൽ തന്നെ ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എടപ്പള്ളി പുക്കാട്ടുപടി റോട്ടിൽ തേവക്കൽ ജംഗ്ഷനിലായിട്ട് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു 4 BHK പ്രീമിയം ക്വാളിറ്റി വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. നല്ല ഗംഭീരമായിട്ട് ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്ന 2 വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഈ വീട് ഏകദേശം 6.5 സെൻറ്റ് ലാൻഡിലായിട്ട് 3200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി കം സ്റ്റഡി ഏരിയ സൗകര്യത്തോടു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 2,48 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനോ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.